ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ കൂടി നമ്മുടെ വാർത്തകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചിലർക്കത് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ അടിയിൽ വളരെ മോശം കമൻറ്റുകൾ വരും. കണ്ടന്റ് ദാരിദ്ര്യം, എന്തിനാടേ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്, പക്ഷെ കുറേ നല്ല ആളുകൾ എന്താണ് ഇത്തരം വീഡിയോകൾ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ നമ്മൾ ചെയ്തൊരു വീഡിയോൻ്റെ അടിയിൽ കമൻ്റായി ഞാൻ കണ്ടത്, എത്ര കാലമായി ഈ സാരി ഉടുത്ത ആളുകളുണ്ട്, അതിൻ്റെ അവർക്കൊന്നും ക്യാൻസർ വന്നില്ലല്ലോ, ഇനി ഗുർക്ക ഇടിയിക്കാം, പർദ്ദ ഇടിയിക്കാം, എല്ലാം കഴിഞ്ഞ അതിൻ്റെ അടിയിൽ ഇവൻ കാക്കയാണെന്ന് തോന്നുന്നു, ഇവൻ ഉള്ളിൽ കൂടെ ഇത് കുത്തിക്കയറ്റിയാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, സാരിയെക്കുറിച്ചല്ല, ഇങ്ങനെ പറയരുത്. കാരണം സാരി ഇട്ട കാലങ്ങളായി സാരി ഉടുക്കുന്നവർക്ക് എന്തേ ക്യാൻസർ വന്നില്ല എന്ന ചോദ്യം വന്ന് കമൻറ്റിൻ്റെ അടിയിൽ ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അത് വീഡിയോ കാണാത്ത തമ്പ് മാത്രം കണ്ട് കമൻ്റ് ഇടുന്നവരാണ് ഇവർ. എനിക്ക് തുടങ്ങാം. അപ്പോൾ ഇവരെന്ത് പറഞ്ഞാലും നമ്മൾ ജനങ്ങൾക്കത് ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുന്ന കാര്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് പറയുക തന്നെ ചെയ്യും. ഇതൊക്കെ മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്. എല്ലാവരും പിന്നെ ഈ പുറമേ സദാചാരം കാണിക്കുന്നവനൊക്കെ ഉള്ളിൽ എത്രത്തോളം പിന്നെ മോശക്കാരനാണ് എന്നുള്ള പലരുടെയും അനുഭവങ്ങളിൽ നമ്മൾ കണ്ടെത്താണ്. നമ്മളൊന്നും കാണാത്ത, നമ്മളൊക്കെ താരപരിവേഷം കൊടുത്ത പലരുടെയും മുഖം മൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടി പുറത്തു വന്നതാണ്. അതുകൊണ്ട് ആരും മാന്യരല്ല, ഇതൊക്കെ ചെയ്യുന്നവർ മോശക്കാരും ഇതൊന്നും ചെയ്യാത്തവർ നല്ല, ഇതൊന്നുമല്ല. ഇതൊക്കെ ലോകത്തെല്ലായിടത്തുമുള്ള കാര്യങ്ങൾ തന്നെയാണ്. വേണ്ടവർ കേൾക്കൂ, വേണ്ടാത്തവർ കളഞ്ഞേക്കൂ. ഇപ്പോൾ പുതിയതായിട്ടൊരു ഗവേഷണ റിപ്പോർട്ട് പുറത്തു വന്നത്, ഉറങ്ങുമ്പോൾ അടിവസ്ത്രം ഇട്ടുറങ്ങരുത്, അത് മാരകമായ രോഗങ്ങൾക്ക് വരെ കാരണമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്താണ് അതിൽ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ പറ്റുന്ന വിശദാംശങ്ങൾ? ധന്യ, ഇക്കാര്യത്തിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണിത്. കാരണം അടിവസ്ത്രം ഇട്ട് ഉറങ്ങുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. പക്ഷേ ചില ആളുകളൊക്കെ എന്താണ് പുറത്തു പോയി വന്നാൽ ഒന്ന് ഫ്രീ ആവട്ടെ എന്ന് കരുതിയിട്ട് അടിവസ്ത്രം ഊരി വെച്ചിട്ട് കിടന്നുറങ്ങുന്ന, ഒന്ന് കാറ്റൊക്കെ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താണ് കാറ്റൊക്കെ കിട്ടട്ടെ എന്ന് കരുതി അടിവസ്ത്രമൊക്കെ ഊരി വെച്ചുറങ്ങുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ പഠനങ്ങൾ തെളിയിക്കുക, ഏറ്റവും പുതിയ പഠനങ്ങൾ മാത്രമല്ല, കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങളിൽ അപ്ഡേറ്റായി വരുന്ന പഠനങ്ങളെല്ലാം പറയുന്നത് ഇറുകിയ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഈ അടിവസ്ത്രവും, അതുപോലെ തന്നെ ബ്രാ അടക്കമുള്ള അടിവസ്ത്രങ്ങൾ. ഈ നമ്മളെ ഷഡ്ഡി ഉൾപ്പെടെയുള്ള എന്താണ് അടിവസ്ത്രങ്ങൾ നമ്മൾ ധരിച്ച് കിടക്കുന്ന സമയത്ത് നമുക്ക് ഈ ഓവറായിട്ടുള്ള ടൈറ്റാണ് ഈ ഇത്തരം അടിവസ്ത്രങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു ആ ടൈറ്റിൻ്റെ പ്രശ്നങ്ങളെ പറ്റി. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ ശരീരത്തിൽ നിന്ന് സ്രവങ്ങൾ വരും. എല്ലാ മനുഷ്യൻ്റെയും ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ ശരീരത്തിൽ നിന്ന് സ്രവങ്ങളുണ്ടാവും. ഈ സ്രവങ്ങൾ വന്ന് നിറയുന്നത് ഈ ഷഡ്ഡിയുടെ അല്ലെങ്കിൽ അടിവസ്ത്രത്തിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ അങ്ങനെ ആ അടിവസ്ത്രത്തിൻ്റെ ഉള്ളിൽ വന്ന് നിറയുന്ന ഈ സ്രവങ്ങളിലുള്ളത് ബാക്ടീരിയകളാണ്. നല്ല ബാക്ടീരിയകൾ ശരീരം പുറന്തള്ളും. അപ്പോൾ ബാക്ടീരിയകൾ ഉണ്ടാകും. ചിലപ്പോൾ അതിൽ ഫംഗസുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഫംഗസുകളും ബാക്ടീരിയകളും ഒക്കെ വന്ന് അത് നമ്മുടെ തൊലിയോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ഫംഗൽ ഇൻഫെക്ഷനോ, അപ്പോൾ ഇത്തരം സ്രവങ്ങളിൽ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നല്ല, ബാക്ടീരിയകളും ഫംഗസും ഉണ്ടാവും. ഇത് ശരീരത്തിൻ്റെ തൊലിയോട് ചേരുന്ന സമയത്ത് അവിടെ ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ വന്നിട്ടാണ് പല ബുദ്ധിമുട്ടുകളും ചൊറിച്ചിലും പ്രശ്നങ്ങളിലും ഒക്കെ വരുന്നത്. അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരം ഇൻഫെക്ഷൻസ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ബാക്ടീരിയകൾ എന്താണ് മൂത്രക്കൊയിലുകളിലൂടെ ലൈംഗികാവയവങ്ങളിലൂടെയൊക്കെ ഉള്ളിലേക്ക് കടന്ന് യൂട്രസിലേക്ക് എത്താനും, അതുപോലെ തന്നെ പുരുഷന്മാർക്കുൾപ്പെടെ അത് കിഡ്നിയിലേക്ക് എത്താനും ഒക്കെ, കിഡ്നിക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തുടർച്ചയായ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ആളുകളിൽ വെള്ളം കുടി മാത്രമല്ല ഒരു പ്രശ്നമൊന്നും, അടിവസ്ത്രം ധരിക്കുന്നതിലെ പല ബുദ്ധിമുട്ടുകളും, ടൈറ്റായി നിൽക്കുന്നത് കൊണ്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ നമ്മൾ ഗൗരവത്തോടെ എടുത്ത് കാണേണ്ട ഒരു സംഗതിയാണ്. കാരണം നമ്മുടെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളാണ് ജെനിറ്റൽ പാർട്സ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. അതിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വൃത്തിയാണ്. വളരെയധികം വൃത്തിയിൽ സൂക്ഷിക്കേണ്ട ഭാഗമാണ്. കാരണം അവിടെ നിന്നാണ് പല അസുഖങ്ങളുടെയും തുടക്കം. ഇത് പല ആളുകൾക്കും അറിയില്ല എന്നാണ്. കാരണം ഉള്ളിലൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, വയറിനൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, കിഡ്നിക്കൊരു ഇൻഫെക്ഷൻ, എൻ്റെ കിഡ്നിക്ക് ഇൻഫെക്ഷൻ വരാൻ മാത്രം എന്ത് കാരണമാണ് എന്നൊക്കെ ചിന്തിക്കും ആളുകൾ. ഇപ്പോൾ ബ്ലാഡറിൽ ഇൻഫെക്ഷൻ ആണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായ യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന ആളുകൾ പോലും ആൻറ്റിബയോട്ടിക് എടുക്കുകയും, തുടർച്ചയായ ആൻറ്റിബയോട്ടിക് എടുക്കുകയും അതിൻ്റെ പാർശ്വഫലങ്ങൾ കൊണ്ട് പിന്നീട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ടും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഈ പഠനങ്ങളിൽ പറയുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതായത് ഇത്തരം ഇറുകിയ ഡ്രസ്സുകൾ ധരിക്കുന്ന ആളുകൾക്ക് എന്താണ്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ
കൗണ്ട് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്കൊരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ഈ എന്താണ് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. ഇതിനെ വെല്ലുവിളിയാകുന്ന രീതിയിൽ ഈ ഇറുകിയ വസ്ത്രം ധരിച്ച് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ലൈംഗിക അവയവത്തിൻ്റെ അകത്ത് ഭയങ്കര ചൂട് അനുഭവപ്പെടുകയും ഈ ചൂട് അനുഭവപ്പെടുന്നത് കൊണ്ടും ഈ ഇറുകിയ വസ്ത്രധാരണം കൊണ്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവ് കൊണ്ടും ഒക്കെ തന്നെ ബീജങ്ങൾ നശിച്ചു പോകാനും വളരെ കൃത്യമായി അതാണ് എന്താണ് ഇത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ക്വാളിറ്റി ഇല്ലാത്ത ബീജങ്ങൾ പുറത്തു വരികയോ അല്ലെങ്കിൽ എന്താണ് നശിച്ചു പോയ ഡെഡായിട്ടുള്ള ബീജങ്ങൾ പുറത്തു വരികയോ ചെയ്യുന്ന അതിൽ ബീജാണുക്കൾ പുറത്തു വരികയോ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നിട്ട് അതിനെ IVF ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയും നമ്മൾ കുട്ടികളില്ലാതെ വിഷമിക്കുകയും പലയിടത്ത് പോയി വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ഒരവസ്ഥ കൂടെ നമുക്ക് വരാറുണ്ട്. എല്ലാ അവസ്ഥകളും ഇതുകൊണ്ട് ആണെന്നല്ല, പക്ഷേ ഇത്തരത്തിലുള്ള അവസ്ഥയും നമുക്ക് ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ഡ്രസ്സിങ് രീതിയിൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും നമ്മൾ ധരിക്കുന്ന ഡ്രസ്സും വളരെ ഇറുകിയ രീതിയിൽ ധരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം അത് നമ്മളൊക്കെ എന്താണ് ചിന്തിക്കുന്നതിലപ്പുറത്തേക്കാണ്. ഇപ്പം തുടർച്ചയായി ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഒരു സാധനം കെട്ടിക്കൊണ്ടിരുന്നാൽ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാലങ്ങൾക്ക് ശേഷം അവിടെ എത്രത്തോളം പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അറിയാത്തതാണ്. കാരണം അവിടെ നിന്ന് അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കട്ടാവുകയാണ്. ആ ബ്ലഡ് സർക്കുലേഷൻ കട്ടായി നെർവിനെ ബാധിക്കുന്നു, അത് മസിൽസിനെ ബാധിക്കുന്നു, അതുവഴിയുള്ള എന്താണ് കോശങ്ങളുടെ വിഭജനത്തെ ബാധിക്കുന്നു, അങ്ങനെ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകുന്നു. ഇത്തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കിടക്കുമ്പോൾ കുറച്ചുകൂടെ എന്താണ് ഫ്രീ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ. ഇപ്പോൾ അടിവസ്ത്രം ധരിച്ചുറങ്ങാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും. അവർക്ക് എന്തോ ബുദ്ധിമുട്ടാണത്. കാരണം വ്യക്തിപരമായി നഗ്നയായി കിടന്നുറങ്ങുന്നു എന്നല്ല നഗ്നരായി കിടന്നുറങ്ങുന്നു എന്നുള്ള ചില ചിന്തകളൊക്കെ ഉള്ളതുകൊണ്ട് അവർ അടിവസ്ത്രം ധരിക്കാതെ കിടക്കാറില്ല. അപ്പോൾ അത്തരത്തിൽ അടിവസ്ത്രം ധരിക്കുമ്പോൾ വളരെ ടൈറ്റായതും കട്ടിയുള്ളതുമായ അടിവസ്ത്രം ധരിക്കാതെ വളരെ ഫ്രീ ആയതും സിമ്പിളായതുമായിട്ടുള്ള അടിവസ്ത്രങ്ങൾ, കുറച്ചുകൂടെ നന്നായിട്ട് എയറൊക്കെ പാസ് ചെയ്യുന്ന രീതിയിലുള്ള രാത്രിയിൽ മാത്രം അല്ലെങ്കിൽ അവർ വീട്ടിലിരിക്കുന്ന സമയത്ത് മാത്രം അത്തരം അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് ആരോഗ്യത്തിന് മെച്ചമുണ്ടാകും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. മാത്രമല്ല അടിവസ്ത്ര സംബന്ധമായിട്ടുള്ള ഹെൽത്ത് സൂക്ഷിച്ചാൽ നമ്മുടെ ബോഡിക്ക് ഒരു നല്ല ശതമാനം ആരോഗ്യം കണ്ടെത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയുമെന്ന് പറയുന്നുണ്ട്. അത് കൃത്യമായി നമ്മൾ എന്താണ് യൂറിനേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അവിടെ ഈ എന്താണ് ഈ ബാക്ടീരിയകളുടെ പ്രശ്നം ഉണ്ടാവാതെ വരുന്നു. നമ്മളിപ്പോൾ പലപ്പോഴും പല ആളുകൾക്കും പറ്റുന്നത് ഈ കാലുകൾക്കിടയിലൊക്കെ ചൊറികളൊക്കെ വരുന്ന സമയത്ത് അവിടെ പല വൂൺസും അതുപോലെ തന്നെ പല സംഗതികളൊക്കെ വരുന്ന സമയത്ത് അവിടെയൊക്കെ പലപ്പോഴും പല ആളുകളോടും ചൊറിഞ്ഞൊക്കെ പോകാറുണ്ട്. ഈ ചൊറിഞ്ഞ് പോയിട്ട് ഈ ചൊറിഞ്ഞ കൈ കൊണ്ട് നേരെ കണ്ണിൽ തൊടാറുണ്ട്, മൂക്കിൽ തൊടാറുണ്ട്. ചിലപ്പോൾ അതങ്ങാൻ ഭക്ഷണത്തിലൂടെ ഇതേ ബാക്ടീരിയ ഉള്ളിലെത്താനുള്ള സാധ്യതയുണ്ട്. ഇത്തരം ബാക്ടീരിയകൾ ഉള്ളിലെത്തുമ്പോൾ അത് നമുക്ക് വലിയ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു. ശ്വാസകോശത്തിന് ഇൻഫെക്ഷന് സാധ്യതയുണ്ട്. തിരിച്ച് അതങ്ങ് ലങ്സിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. വയറിൻ്റെ പല ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല ഈ മഞ്ഞപ്പിത്തത്തിലൊക്കെ എന്താണ് ചില ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക എങ്ങനെയാണ് ഇത്തരം ഇൻഫെക്ഷൻസ് വരുന്നതെന്ന് ചിന്തിച്ചാൽ നമ്മൾ പുറത്തു നിന്നൊക്കെ തന്നെ ടച്ച് ചെയ്തിട്ട് ആ കഴി വൃത്തിയായി കഴുകാതെ നമ്മൾ കണ്ണിലോ മൂക്കിലോ വായിലോ ഒക്കെ കൊണ്ടുപോകുമ്പോഴാണ് ഇത്തരം ഇൻഫെക്ഷൻസ് വരുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ജെനിറ്റൽ പാഡ്സിലൊക്കെയുള്ള നമ്മുടെ ബോഡി ജെനിറ്റൽ പാഡ്സിലൂടെ പുറന്തള്ളുന്നത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരം ശുദ്ധീകരണം നടക്കുമ്പോൾ അതിനെ വളരെ കൃത്യമായി ക്ലീൻ ചെയ്യാനും ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ ഷഡ്ഡികളൊക്കെ അല്ലെങ്കിൽ അടിവസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് തുടർച്ചയായി ധരിച്ച ഷഡ്ഡി തന്നെ ദിവസങ്ങളോളം ധരിക്കുന്ന മഹാന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കാണ് ആ ശീലം വളരെ കൂടുതൽ. അപ്പോൾ എന്താണ് അങ്ങനെ ഷഡ്ഡി നിരന്തരമായിടുന്ന 1-2 ഷഡ്ഡി കൊണ്ട് ഒപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് വളരെ വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ മക്കൾക്കൊക്കെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ധന്യ ഒരു അമ്മയായതുകൊണ്ട് കൂടി കുറച്ചുകൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അറിയുമായിരിക്കുമല്ലോ അല്ലേ? അതെ, ഈ ഇത്തരം വസ്ത്രങ്ങൾ നമ്മളെപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പലരും വർഷങ്ങളോളം അടിവസ്ത്രം മാറ്റാതെ ഉപയോഗിക്കുന്നവരെയൊക്കെ കുറിച്ചൊക്കെ ഇടയ്ക്ക് പഠന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു 3 മാസ കാലാവധിക്കുള്ളിൽ തന്നെ നമ്മുടെ അടിവസ്ത്രങ്ങൾ മാറ്റി പുതിയത് വാങ്ങി ഉപയോഗിക്കണം. അതും 3 മാസത്തിനിടയ്ക്ക് തന്നെ ചൂടുവെള്ളത്തിൽ നമ്മൾ കഴുകി അങ്ങനെയൊക്കെ വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ഫംഗസുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയകൾ, ഫംഗസുകൾ, വൈറസുകളൊക്കെ ശരീരത്തിലേക്ക് കയറി നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരുമെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പഠന റിപ്പോർട്ടുകളാണ്. ഇതൊന്നും ഞാനും പാർത്തനും ഇവിടെ ഇരുന്ന് ഉണ്ടാക്കുന്ന വാർത്തകളല്ല. ഇതൊക്കെ ഗവേഷകർ കണ്ടെത്തി പഠനം നടത്തി
ആരോഗ്യകരമായ കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി, നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായി നടത്തുന്ന പഠനത്തിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളാണ്. അല്ലാതെ മീഡിയ മലയാളം ഒരു ദിവസം രാവിലെ വന്നിരുന്ന അടിവസ്ത്രം ഇടരുത് എന്ന് പറഞ്ഞുണ്ടാകുന്ന വാർത്തയല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടാൽ അത് ഞങ്ങളുടെ വിജയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടുന്ന വാർത്തകളാണ്. ഇതിൻ്റെ ഒക്കെ താഴെ മോശം കമൻറ്റുകൾ ഇടുന്ന കമൻറ്റോളികളൊക്കെ പ്രതിശൂന്യന്മാരും.